ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കിടില ഒരു ഷോർട്ട് കവറിങ് കിട്ടിയ ഒരു ദിവസമായിരുന്നു, റാലി വന്ന ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് കിട്ടിയതില്ല, നിഫ്റ്റി കിട്ടിയായിരുന്നു. നിഫ്റ്റിയുടെ ഡെൽറ്റ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഏകദേശം പറഞ്ഞാൽ 17,000ഓളം ഡെൽറ്റ പ്ലസ്സിലാണ് നിഫ്റ്റി ഇന്ന് അവസാനം ചെയ്തത്. നിഫ്റ്റിയിൽ സെല്ലേഴ്സ് ഇല്ലായിരുന്നു, പ്യുവർലി ഇറ്റ്സ് എ ബൈയിങ് ഏരിയ ആയിരുന്നു. കിടിലൻ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു, അടിപൊളി അടാറ് ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. ഇവിടെ ലൈവ് ട്രേഡിങ്ങിൽ റൂമിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ട്രേഡിംഗ് ഫ്ലോറിലൊക്കെ എല്ലാവരും കിടിലം പ്രോഫിറ്റ് എടുത്തൊരു ദിവസവും കൂടി ആയിരുന്നു ഇന്ന് കടന്നു പോയത്. സൂപ്പർബ് ദിവസമായിരുന്നു, സൂപ്പർബ് ഡേ ആയിരുന്നു. ഇപ്പം നിഫ്റ്റി കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അറിയാൻ പറ്റും. നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു കിടില ഒരു ഷോർട്ട് കവറിംഗ് റാലി നിഫ്റ്റി തന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി കൃത്യമായിട്ട് ഒരു എന്തുവാണ് നമ്മുടെ കൃത്യമായി പറയുന്നത്, നമ്മളെ മൂവ്മെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് കട്ട് ചെയ്ത് അവിടെ നിന്ന് കയറി ആശാൻ എവിടം വരെ പോയി നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളെ ബുള്ളിഷ് റെഫറൻസിനെ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് കയറി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തന്നു. തേർഡ് ടാർഗറ്റിൻ്റെ അവിടെയാണ് നിഫ്റ്റി. ഇത് ഇവിടെ നിന്ന് കയറി ഫസ്റ്റ് സെക്കൻഡും തേർഡും തന്നു. ബാങ്ക് നിഫ്റ്റി അതേപോലെ ബുള്ളിഷ് റെഫറൻസിൻ്റെ മുകളിൽ പോയി ഫസ്റ്റും സെക്കൻഡും തന്ന് തിരിച്ച് ഫസ്റ്റിൻ്റെ അവിടെ ഓപ്പൺ ചെയ്തു. പക്ഷേ നിഫ്റ്റി ആയിരുന്നു കിടില ഒരു ഷോർട്ട് കവറിങ് തന്നത്. അടിപൊളി സൂപ്പർബ് ട്രേഡിംഗ് ഡേ ആയിരുന്നു നമുക്കിന്ന് റൂമിൽ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് കൃത്യമായ ട്രേഡിംഗ് കിട്ടി. നിഫ്റ്റി ഒരു ട്രെൻഡിങ് പ്രൊഫൈൽ തന്നെയായിരുന്നു. പക്ഷേ ഒരു പീരീഡിന് ശേഷം താഴേക്ക് ഇറങ്ങി വന്ന് ഒരു ഹയർ ഹൈ പുതിയ തന്നിട്ടില്ല. സോ സ്റ്റിൽ ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് നിഫ്റ്റിക്കും. ബാങ്ക് നിഫ്റ്റിക്ക് ഒരു നോർമൽ ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ ഹൈ ലോയൊന്നും ബ്രേക്ക് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല. സോ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ ഡേ ആയിരുന്നു. നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേയും കൂടെ ആയിരുന്നു ഇന്ന് അവസാനിച്ചത്. കിടിലൻ ട്രേഡിംഗ് ഡേ ആയിരുന്നു. സോ നിഫ്റ്റിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ കൃത്യമായി പറയുകയാണെങ്കിൽ പി ഷേപ്ഡ് പ്രൊഫൈലാണ് വന്നത്. ലോങ് ബിൽഡപ്പ്. നമ്മുടെ പി ഒ സി വന്നിരിക്കുന്ന 22,233 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. പി ഒ സിക്ക് അങ്ങോട്ട് മെർജ് ചെയ്യാനൊരു അവസരം കൊടുത്തിട്ടില്ലായിരുന്നു. സോ ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തേക്കുന്നു. 22,233 നിഫ്റ്റിയുടെ പി ഒ സി വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ആ പി ഒ സിയുടെ കളറും കൊടുത്തു. ആ പി ഒ സി ഞാൻ ടൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം പി ഒ സി ഇതാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ ഫ്രഷ് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഹൈ 22,395 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറച്ച് ചിന്തിച്ചാൽ 22 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 22,395 ആണ് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. 22,395 അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. ഇനി ബൈ അത് വരെയാണെങ്കിൽ മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി എവിടം വരെ പോകും? 22,395 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ 22,450 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഹൈ, അതിൻ്റെ അവിടം വരെ പോകാം. 22,450 ആണ് എന്നെ സംബന്ധിച്ചുള്ള R1. ഞാനത് വ്യക്തമായി മാർക്ക് ചെയ്ത് വെച്ചു. R1 അതാണ്. അതിന് മുകളിൽ R2 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അതിന് മുകളിൽ R2 എന്ന് പറയുന്നത് വ്യക്തമായി പറയുകയാണെങ്കിൽ 22,506 എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ലോയാണ്. 22,506 R2 എന്ന് പറയുമ്പോൾ 22,506 ആണ്. അതും കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതിന് 22,506 അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ അടുത്ത വരുന്നത് R3 എന്ന് പറയുമ്പോൾ ഈ പി ഒ സി കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ പി ഒ സി ആയ 22,560 22,560 ആയിരിക്കും നിഫ്റ്റിയുടെ മുകളിലേക്കുള്ള ലെവൽ. ഇപ്പോൾ R1 ആയി, R2 ആയി, R3 ആയി. ഇത് ഞാൻ 3 മാർക്ക് ചെയ്ത് വെച്ചു. ഇപ്പോൾ മുകളിലോട്ടുള്ള ലെവലിലേക്ക് ഏതൊക്കെയാണ്? 22,395 മുകളിൽ 22,450, 22,506ഉം 22,560 ആയിരുന്നു വരുന്നത്. ഇനി താഴേക്കിറങ്ങി നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു കാര്യം ഓർത്തോളുക, ബെയറിഷ് റെഫറൻസ് വരുന്നതിനുള്ളിൽ 22,233 താഴെയാണെങ്കിൽ നമ്മൾ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനും, അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 22,000 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 22,174 ആ S1 എന്ന് പറയുന്നതാണ്. S1 എന്ന് പറയുമ്പോൾ 22,174 ഭാഗത്തേക്കാണ് S1 വരുന്നത്. അത് വ്യക്തമായി മാർക്ക് ചെയ്യുക. അതിന് താഴെ S2 എന്ന് പറയുന്നത് 22,133 എന്ന് പറഞ്ഞാൽ ഇത് ഈ ലെവലാണ്. 22,104 22,104 അത് ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് S2 ആണ് 22,104ഉം. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ വ്യക്തമായി ഓർത്തോളുക, അത് താഴെ നമ്മൾ മാർക്കറ്റിന് എവിടെ വരാം? ഇന്നലത്തെ പി ഒ സി ആയ 22,035 ഭാഗത്തേക്കും ചെസ്റ്റ് ചെയ്യാം.
22,035 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം എന്താണ് S1? നമ്മളെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ POC ആണ്, ബെയറിഷ് റെഫറൻസ്. POC ആൻഡ് ബെയറിഷ് റെഫറൻസ് കൃത്യമായിട്ട് ഓർത്തോളൂ. POC ആൻഡ് ബെയറിഷ് റെഫറൻസ് ആണ് 22,133. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 22,174, 22,104, 22,035 ആണ് ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഒരു വോൾട്ടൈൽ മൂവ് കണ്ടിന്യൂഷൻ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് വ്യക്തമായി ചാർട്ട് മാർക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. 20,000 താഴെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഷാർപ്പ് സെല്ലിംഗ് വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ ആ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ആക്ഷൻ. സോ ബാങ്ക് നിഫ്റ്റി എന്തായിരുന്നു? ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ ഡേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി IBക്കകത്ത് തന്നെയാണ് ആശാൻ കിടന്ന് കളിച്ചത്. വേറെ ഒരു ഫസ്റ്റ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ് കൂട്ടി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തന്നെങ്കിൽ കൂടി ആദ്യത്തെ 1 മണിക്കൂറിന്റെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യാനോ കൊണ്ട് സംഭവിച്ചാൻ പറ്റിയില്ല. കാരണം അതിൽ പ്ലേയേഴ്സ് ഇല്ല. സോ ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്ന 48,438 ഭാഗത്താണ് POC. 48 നമ്മളെ POC പറയുന്നത് 48,438 POC. അപ്പോൾ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ആ POC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ POC ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് ആണ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം ഇന്നത്തെ ഹൈ 48,664 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. 48,664 48,664 എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വ്യക്തമായി അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 48,664 ആണ്. ഇനി നോക്കണം അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോവുക? ഇന്നലത്തെ POC കം ഏരിയയായ 48,800 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് ടാർഗറ്റ് 48,800 അടുപ്പിച്ചാണ്. 61 എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയൊരു POC ആയ 48,800 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ R2 എന്ന് പറഞ്ഞ രീതിയിൽ എവിടെ പോവാം? പഴയ ഒരു POC ആയ 49,037 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. 49,037 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതൽ. അതിന് മുകളിലൊരു മൂവ്മെൻറ്റും ബാങ്ക് നിഫ്റ്റിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ R1ഉം R2ഉം മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക്. അപ്പോൾ താഴേക്ക് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ POC ആയ 48,200 ഇപ്പോഴും ഒരു സപ്പോർട്ടാണ്. 48,200 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് താഴെ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് എന്താണ് ഒരു ഡൗൺവേർഡ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ആ 48,200 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ എത്രയാണ്? 48,000 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. 48,000 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. S1 അതാണ് 48,000. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ലോ 47,825 എന്ന് പറഞ്ഞ ലോ 47,825 ആണ് എന്നെ സംബന്ധിച്ചുള്ള S2. അതും ഞാനൊന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ S1 S2 അപ്പുറത്തേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. സോ ഞാൻ അത് രണ്ടും മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് വരയ്ക്കുന്നുള്ളൂ. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് 48,664. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 48,800, 49,037. ഇത് സ്പോട്ട് ലെവലാണ്. അത് 48,200 ബെയറിഷ് റെഫറൻസ്. അത് പൊട്ടുകയാണെങ്കിൽ 48,000ഉം 47,825 വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു മൊമെൻറ്റം തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ വ്യക്തമായി ഈ ലെവൽ മാർക്ക് ചെയ്യുക. ഈ ലെവൽ മാർക്ക് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യണം. എങ്ങനെയെന്ന് പറയുമെങ്കിൽ എൻ്റെ ലെവൽ ട്രേഡിംഗ് യൂസിങ് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്, തമ്പിൽ പ്ലേലിസ്റ്റിലുണ്ട്. അത് വ്യക്തമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി ഇത് വെച്ച് ട്രേഡ് ചെയ്യാനുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നതാണ്. സോ അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. പ്രോഫിറ്റ് കുറച്ച് ദിവസത്തിന് ശേഷമുള്ള നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയ ദിവസമായിരുന്നു. ഒരു ഷോർട്ട് കവറിംഗ് റാലി നിഫ്റ്റി തുടർന്നോ ഇല്ലേ നാളെ അറിയാം. 22,395 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഷോർട്ട് കവറിംഗ് ഇനിയും വരാനും അത് 28,500 550 വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് 22,550 വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക. പിന്നെ ഇന്ന് നമുക്ക് വരാൻ പോണ ന്യൂസ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കുറച്ച് ന്യൂസ് പോസിറ്റീവായ ഇന്ന് ട്രംപിൻ്റെ കുറച്ച് ട്വീറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മളെ മാർക്കറ്റ് വളരെയധികം വരുന്നത്. ഇന്ന് നമുക്ക് വേറെ ഇപ്പം സോഫാർ വരെ ന്യൂസൊന്നുമില്ല. ഇന്ന് വൈകിട്ടാവുന്ന സമയത്ത് നമ്മുടെ അമേരിക്കയുടെ ഇപ്പോൾ ഈ മോർട്ടേജ് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ വലിയൊരു ന്യൂസുകളൊന്നും ഇല്ല. പിന്നെ രാത്രി ഉള്ളത് S&Pയുടെ ഗ്ലോബൽ സർവീസസ് PMI ഉണ്ട് ഫെബ്രുവരിയുടെ. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കോമ്പോസിറ്റ് PMI ഉണ്ട്, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്.
അതിനുശേഷം ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട്, ISM മാനുഫാക്ചറിങ് പ്രൈസസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് രാത്രി മാർക്കറ്റിലുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നാളത്തെ മാർക്കറ്റിലെ മൊമെന്റിനെ വളരെയധികം രീതിയിൽ ബാധിക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ലെവൽ വ്യക്തമായി നിങ്ങൾ മാർക്ക് ചെയ്യുക. നാളെ വ്യാഴാഴ്ചയാണ്, എക്സ്പയറി ഡേ ആണ്. അപ്പം വ്യക്തമായ രീതിയിൽ ക്ലിയർ ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നോക്കുക, ഈ ഹീറോ സീറോയും ട്രൈ ചെയ്യാതെ നല്ല ട്രേഡ്സുകൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക. സോ ഈ വരാൻ പോകുന്ന ഏപ്രിൽ 4 തൊട്ട് ശേഷം നമ്മുടെ നിഫ്റ്റിയുടെയും എല്ലാത്തിൻ്റെയും മന്ത്ലി എക്സ്പയറി വ്യാഴാഴ്ച നിന്ന് മാറ്റി ലാസ്റ്റ് മൺഡേ ഓഫ് എക്സ്പയറി മന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ അത് എങ്ങനെ നമ്മളെ മാർക്കറ്റിനെ ബാധിക്കുമോ എന്ന് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതൊരു പുതിയൊരു ന്യൂസാണ്. ഇപ്പോൾ പിന്നെ ഇന്ന് സെബിയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു പുതിയ എന്തോ അമെൻമെൻ്റ് ഒക്കെ വരാൻ പോകുന്നു. ഷോർട്ട് സെല്ലിംഗ് സ്റ്റോക്സിൽ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എന്തോ റിലാക്സേഷൻ ഒക്കെ കൊടുക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുതിയ എന്തുവാണ് നമ്മളെ സെബി ചെയർമാൻ വന്നിട്ട് അദ്ദേഹം ഒരു മാർക്കറ്റ് പോസിറ്റീവായി അല്ലെങ്കിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സർക്കുലേഴ്സ് ഒക്കെ തരാനുള്ള ഒരു ശ്രമം തുടങ്ങുന്നത്. അത് കുറച്ചൊരു ഈ FPSിനിടയിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി അത് എങ്ങനെയുള്ള പുതിയ റിപ്പോർട്ടൊക്കെ വരുമെന്നൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെ വരുന്നതനുസരിച്ച് നമ്മുടെ എന്തുവാണ് ഈ മൊമെൻ്റ് ഒക്കെ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം ഞാൻ പലരും ചോദിക്കാറുണ്ട്, സാറേ ന്യൂസുകളൊക്കെ പറയുന്നില്ലേ, ന്യൂസൊക്കെ കൊടുക്കുന്നില്ലേ എന്ന്. ഞാൻ കഴിവത് എന്താണ് നിങ്ങൾ എല്ലായിടത്തും ന്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ വന്നു പറഞ്ഞാൽ വായി തോരാതെ കുറേ ന്യൂസുകളെ കുറിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ല. വ്യക്തമായി ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ, ട്രേഡ് പ്ലാൻ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ തരുന്നത് ഒരു ട്രേഡ് പ്ലാനാണ്. ഇതിന് മുകളിൽ നിങ്ങൾ എവിടം വരെ പോകും, താഴെ നിന്ന് എവിടം വരെ പോകും എന്നുള്ള വ്യക്തമായ ഒരു ട്രേഡ് പ്ലാനാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ ട്രേഡ് പ്ലാൻ നിങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്ത് ക്ലിയറായി എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. സോ അതാണ് ഞാൻ എൻ്റെ വീഡിയോയെ കുറിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചുമ്മാ കുറേ ന്യൂസും എല്ലാം പറഞ്ഞു തന്നിട്ട് എല്ലാം അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഐഡിയയും കിട്ടാത്ത രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് അത് എൻ്റെ ആക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പലതും ന്യൂസിനെ കുറിച്ച് ഒഴിവാക്കുന്നത്. ലെവൽ മാർക്ക് ചെയ്യുക, കൃത്യമായി ട്രേഡ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ട്രേഡിംഗ് ഫ്ലോറിനെ കുറിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് വന്ന് എൻ്റെ കൂടെ ട്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ടേക്ക് കെയർ, ബൈ ബൈ. പിന്നെ നാളെ ഒരു 2 days, ഈ കമ്മിങ് 5 days ഞാൻ കാണില്ല. സോ അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ആയിരിക്കും ഈ വീക്കിൽ വരുന്ന എൻ്റെ അവസാനത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്ന സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആയിരിക്കും വരുന്നത്. സോ ദയവ് ചെയ്ത് അതും കൂടെ ഒന്ന് ക്ലിയർ ആക്കി വയ്ക്കുക. വീഡിയോ ഇടാൻ പറ്റാത്തതിൽ ഖേദിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ പോകുന്നത്. സോ ടേക്ക് കെയർ, ബൈ ബൈ.